തമിഴിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ദേശഭക്തി ഗാനങ്ങൾ, ഇതിലെല്ലാം ഭാരത് മാതയാണ്. നമ്മളാരും ഭാരത് പിതാവെന്ന് പറയാറില്ല, ഭാരത് മാതാവേ ഉള്ളൂ. അത് നമുക്കൊരു മാതാസങ്കല്പമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു ഒരു ആശയും ആവേശവുമായിരുന്ന ഒരു സങ്കല്പമാണ് ഭാരത് മാതാവ്. ഭാരത് മാതാവിന് വേണ്ടി ഞാൻ ജീവത്യാഗം ചെയ്യാനും തയ്യാറാണ് എന്ന പ്രതിജ്ഞയോടുകൂടിയാണ് അതിൽ പലരും പങ്കെടുത്തത്. അപ്പോൾ ഇതിന് ശേഷവും ഈ ഭാരതം എന്നുള്ളൊരു സങ്കല്പം, ഇതിനെ നമ്മൾ സംരക്ഷിച്ച് നിർത്തണം. ആ ഒരു അമ്മയെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കുക, അതായത് നമ്മളിപ്പോൾ സംസ്കാരത്തിൽ, ഭാരതീയ സംസ്കാരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അമ്മ, അച്ഛൻ, ഗുരു, ഇതാണ് നമ്മുടെ ദൈവസങ്കല്പങ്ങളുടെ തുടക്കം. അപ്പോൾ അതിലും ഫസ്റ്റ് സംഗതി അമ്മയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ദേശത്തിനെ അതിനെ ഒരു മാതാസങ്കല്പത്തിൽ വെച്ചിട്ടാണ് അവിടെ വെച്ചത്. അല്ലാതെ അതിൽ വേറെ പ്രശ്നമില്ല. അതിനിപ്പോൾ അതിനകത്ത് സംഘർഷം നടന്നു ഇന്ന് പല പത്രങ്ങളിലും ഫ്രണ്ട് പേജിലിട്ടിട്ടുണ്ട്. ഒരു കടന്ത കൂടിൽ ദൂരെ നിന്ന് കല്ലെടുത്തെറിയാം, അല്ലെങ്കിൽ നമുക്ക് പുകയ്ക്കാം, അല്ലെങ്കിൽ അടിയിൽ തീയിടാം. ഇതിനകത്തുകൊണ്ട് കൈയിട്ട കടന്തൽ കുത്തി എന്ന് നാളെ പത്രത്തിൽ എഴുതാൻ പറ്റുമോ? അത്രയും ആൾക്കാർ അവിടെ ഇത്രയും വികാരത്തോടു കൂടി, അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അതിൻ്റെ 50-ാം വാർഷികമാണ് ഇന്നലെ. അപ്പോൾ ആ ഒരു വികാരത്തിൽ അവിടെ ആൾക്കാരിയ്ക്കുമ്പോൾ അതിനകത്ത് ഇതിനെതിരായിട്ടുള്ള ചേരിയിലുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ അതിൻ്റെ ഒരു കൊടിയും കൊണ്ടുവന്ന് ഭാരത് മാതയുടെ പടം ഞങ്ങൾ എടുത്ത് കളയും എന്ന് പറഞ്ഞാൽ തല്ലുകൊള്ളിത്തനമെന്നല്ലാതെ അതിന് വേറെ വാക്കില്ല.